Hello students, welcome to the YouTube channel of Farooq Higher Secondary School. Myself Subin, Department of Computer Science. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള അറേസ് ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് വേരിയബിൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻസിന്, അതായത് പ്രോഗ്രാമിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ലൊക്കേഷൻസിന് നമ്മൾ കൊടുക്കുന്ന പേരായിരുന്നു വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു സമയത്ത് ഒരു വേരിയബിളിനകത്ത് ഒരു വാല്യൂ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു കുട്ടിയുടെ മാർക്ക്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വേരിയബിൾ ആവശ്യമായിട്ടുണ്ട്. 10 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ സ്വാഭാവികമായിട്ടും 10 വേരിയബിൾസ് ആവശ്യമായിട്ട് വരും. 100 കുട്ടികളുടെ കേസ് വരികയാണെങ്കിൽ 100 വേരിയബിൾസ്. അങ്ങനെ ഡാറ്റ എണ്ണം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വാല്യൂസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വേരിയബിൾസും കൂടുതലായിട്ട് ആവശ്യം വരും. അപ്പോൾ ഈ വേരിയബിൾസിനെ ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഇത്രയും വേരിയബിൾസ്, ഇത്രയും നമ്പർ ഓഫ് വേരിയബിൾസ് ഉള്ളതുകൊണ്ട്. ഈ ഒരു കേസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. An array is a collection of elements of the same type placed in contiguous memory locations under a single variable name. ഒരു സിംഗിൾ വേരിയബിൾ നെയിമിൻ്റെ അണ്ടറിൽ ഒരേ ടൈപ്പിൽ വരുന്ന ഒന്നിൽ കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? കണ്ടിഗ്വസ് മെമ്മറി ലൊക്കേഷൻസ്. ഇവിടെ കണ്ടിഗ്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷൻസ് അഥവാ അഡ്ജസൻറ്റ് മെമ്മറി ലൊക്കേഷൻസ്. കണ്ടിന്യൂസ് അല്ല, കണ്ടിഗ്വസ്. ഓക്കെ, ഇവിടെ അറേൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന ഓരോ ഐറ്റത്തിനും നമ്മൾ എലമെൻ്റ് എന്നാണ് പറയുക. ഐറ്റംസ് ഇൻ ആൻ അറേ ആർ കോൾഡ് എലമെൻറ്റ്സ് ഓഫ് ദ അറേ. ഈച്ച് എലമെൻറ്റ് ഇൻ ദ അറേ ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ ലിസ്റ്റ് കോൾഡ് ഇൻഡെക്സ് നമ്പർ ഓർ സബ്സ്ക്രിപ്റ്റ്. ഒരു അറേനകത്തുള്ള എലമെൻറ്റ്സ് ആക്സസ് ചെയ്യുന്നത് അതിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ്. ഈ പൊസിഷനെ നമ്മൾ ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരുന്ന സമയത്ത് ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നു, ആ വേരിയബിളിന് കൊടുക്കുന്ന പേരും സ്പെസിഫൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എക്സ്. ഇവിടെ ഇൻറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്, എക്സ് എന്ന് പറയുന്നത് ആ വേരിയബിളിന് കൊടുക്കുന്ന പേരാണ്. എന്നാൽ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് വേരിയബിൾ ഡിക്ലറേഷനിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അറേൻ്റെ ഡിക്ലറേഷൻ ഇങ്ങനെയാണ് വരുന്നത്: ഡാറ്റ ടൈപ്പ്, ദെൻ അറേ നെയിം, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സൈസ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഫീച്ചറും കൂടെ വരുന്നുണ്ട്. ഇവിടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഡാറ്റയാണോ ആ അറേക്കകത്ത് സ്റ്റോർ ചെയ്യുന്നത് അതാണ്. അറേ നെയിം എന്ന് പറയുന്നത് യൂസർ കൊടുക്കുന്ന പേര്, അറേക്ക് എന്ത് പേരാണോ യൂസർ കൊടുക്കുന്നത് അതാണ് അറേ നെയിം എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ സൈസ് എന്ന് പറയുന്നത് ആ അറേക്കകത്ത് നമുക്ക് മാക്സിമം എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് സ്പെസിഫൈ ചെയ്യുന്നത്. സൈസ് എപ്പോഴും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് സ്കോർ ഓഫ് 10. ഇവിടെ സ്കോർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ അറേയാണ്. ആ അറേക്കകത്ത് നമുക്ക് മാക്സിമം 10 നമ്പർ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അറേ മെമ്മറിയിൽ സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞതുപോലെ കണ്ടിഗ്വസ് മെമ്മറി ലൊക്കേഷനിൽ. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ അറേ സ്കോർ എന്ന് പറയുന്ന ഇൻറ്റിജർ അറേ, അതിൻ്റെ സൈസ് 10 ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ 10 കണ്ടിഗ്വസ് മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും ഈ ഒരു അറേക്ക് വേണ്ടി വരുന്നത്. ഓരോ ലൊക്കേഷനും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് നമ്പർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണോ നമ്മുടെ അറേൻ്റെ സൈസ് അത്രയും ലൊക്കേഷൻസ് ആവശ്യമായിട്ട് വരും.
ഇവിടെ ഇൻഡെക്സ് നമ്പർ എപ്പോഴും തുടങ്ങുന്നത് 0-ൽ നിന്നായിരിക്കും. 0 മുതൽ എന്താണോ അറേൻ്റെ സൈസ് വരുന്നത് -1. അപ്പോൾ ഇവിടെ നമ്മുടെ അറേൻ്റെ സൈസ് 10 ആണ്. സോ 0-ൽ നിന്ന് തുടങ്ങി 9 വരെ 10 മെമ്മറി ലൊക്കേഷൻസാണ് സ്കോർ എന്ന് പറയുന്ന ഈ ഒരു ഇൻറ്റിജർ അറേക്ക് വരുന്നത്. നമുക്ക് ആദ്യത്തെ സ്കോർ അല്ലെങ്കിൽ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത്, സ്കോർ എന്ന് പറയുന്ന അറേയിലെ ആദ്യത്തെ വാല്യൂവിനെ നമ്മൾ റെഫറൻസ് ചെയ്യുന്നത് സ്കോർ ഓഫ് 0 എന്നായിരിക്കും. സ്കോർ എന്ന് പറയുന്ന അറേൻ്റെ പേരാണ്. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0, അതായത് ഇൻഡെക്സ് നമ്പർ. സ്കോർ ഓഫ് 0 എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ വരുന്ന പൊസിഷനിലെ വാല്യൂ. രണ്ടാമത്തെ വാല്യൂ വരുന്നത് സ്കോർ ഓഫ് 1 എന്നായിരിക്കും. അതുപോലെ ഏറ്റവും അവസാനത്തെ സ്കോർ വാല്യൂ വരുന്നത് സ്കോർ ഓഫ് 9 എന്നായിരിക്കും. അങ്ങനെയാണ് നമ്മൾ അറേനെ സീക്വൻഷ്യലായിട്ട് മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ വേറൊരു അറേ ഡിക്ലെയർ ചെയ്യുകയാണ്, ഇൻറ്റ് എ ഓഫ് 1000 എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് വരുന്നത് 0 മുതൽ 999 വരെ ആയിരിക്കും. സോ ആദ്യത്തെ വാല്യൂ നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റുന്നത് എ ഓഫ് 0 എന്ന് പറഞ്ഞിട്ടും ഏറ്റവും അവസാനത്തെ വാല്യൂ റെഫറൻസ് ചെയ്യുന്നത് എ ഓഫ് 999 എന്ന് വെച്ചിട്ടുമായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് മെമ്മറിയിൽ അറേനെ സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിന് മെമ്മറി റിക്വയർമെൻറ്റ് കൂടെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വേരിയബിളിന് വേണ്ടി 4 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്യുന്നു. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിൾ ആണെങ്കിൽ അവിടെയും ഒരു 4 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്യുന്നു. ക്യാരക്ടർ ആവുന്ന സമയത്ത് അവിടെ 1 ബൈറ്റ് അലോക്കേറ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഒരു അറേക്കും ഇതുപോലെ മെമ്മറി അലോക്കേഷൻ വരുന്നുണ്ട്. അറേൻ്റെ മെമ്മറി അലോക്കേഷൻ എല്ലായ്പ്പോഴും അതിൻ്റെ സൈസും അതിൻ്റെ ടൈപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം. ടോട്ടൽ ബൈറ്റ്സ് ഈക്വൽസ് സൈസ് ഓഫ് അറേ ടൈപ്പ് മൾട്ടിപ്ലൈഡ് ബൈ സൈസ് ഓഫ് അറേ. ഇവിടെ സൈസ് ഓഫ് അറേ ടൈപ്പ്, ഏത് ടൈപ്പാണോ നമ്മുടെ അറേ, ആ അറേക്ക് ആവശ്യമായിട്ട് വരുന്ന മെമ്മറി. ഫോർ എക്സാമ്പിൾ, ഇൻറ്റിജർ ആണെങ്കിൽ അവിടെ 4 ബൈറ്റ്സ് എന്ന് പറഞ്ഞതുപോലെ ഏതാണോ ടൈപ്പ് വരുന്നത് ആ ടൈപ്പിന് ആവശ്യമായിട്ടുള്ള സൈസ് മൾട്ടിപ്ലൈഡ് ബൈ സൈസ് ഓഫ് ദ അറേ. അറേയിലേക്ക് മാക്സിമം എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ അതാണ് സൈസ് ഓഫ് ദ അറേ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് ഡിക്ലെയർ ചെയ്ത സ്കോർ എന്ന് പറയുന്ന ഇൻറ്റിജർ അറേ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് 10 ആണ്. അപ്പോൾ ടോട്ടൽ ബൈറ്റ്സ് ഈക്വൽസ് സൈസ് ഓഫ് അറേ ടൈപ്പ് ഇവിടെ ഇൻറ്റിജർ ആണ്. സോ സൈസ് ഓഫ് ഇൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ സൈസ് ഓഫ് അറേ. സൈസ് ഓഫ് ഇൻറ്റ്, അതായത് ഇൻറ്റിജറിന് ആവശ്യമായിട്ടുള്ള സൈസ് 4 ബൈറ്റ്സ് ആണ്. സൈസ് ഓഫ് ദ അറേ, അതായത് മാക്സിമം വാല്യൂസ് എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്, അത് ഈ ഒരു കേസിൽ 10 ആണ്. സോ 4 × 10 ഈക്വൽസ് 40 ബൈറ്റ്സ്. സോ സ്കോർ എന്ന് പറയുന്ന ഇൻറ്റിജർ അറേ, സൈസ് 10 ഉള്ള ഇൻറ്റിജർ അറേ, അതിൻ്റെ മെമ്മറി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 40 ബൈറ്റ്സ് ആയിരിക്കും. ഇതുപോലെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിൾ വരുമ്പോഴും ക്യാരക്ടർ ടൈപ്പ് വരുമ്പോഴും ഒക്കെ നമുക്ക് മെമ്മറി റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർമ്മയിൽ വെക്കുക. നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലേക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റുമായിരുന്നു. അതിനെ നമ്മൾ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലേക്ക് നമുക്ക് വാല്യൂസ് കൊടുക്കാം, അഥവാ അറേ ഇനീഷ്യലൈസ് ചെയ്യാം. ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഒരു വാല്യൂ മാത്രമാണ് കൊടുത്തിരുന്നത്. എന്നാൽ അറേ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് എന്താണോ അറേൻ്റെ സൈസ് അത്രയും വാല്യൂസ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇവിടെ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിലേക്ക് വാല്യൂസ് കൊടുക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, നേരത്തെ ക്രിയേറ്റ് ചെയ്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള അതേ അറേ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻറ്റ് സ്കോർ ഓഫ് 10, നമ്മുടെ അറേൻ്റെ പേര് സ്കോർ എന്നാണ്, സൈസ് 10 ആണ്, ഇൻറ്റിജർ ടൈപ്പാണ്. ഈക്വൽസ്, നമ്മൾ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു,
അതിനുശേഷം 10 ഇൻറ്റിജർ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 10 ഇൻറ്റിജർ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോളൻ. ഇങ്ങനെയാണ് നമ്മൾ ഒരു അറേയിലേക്ക് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി അത് ക്യാരക്ടർ അറേയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ക്യാർ എന്താണോ അറേൻ്റെ പേര്, ഫോർ എക്സാമ്പിൾ ക്യാർ എ ഓഫ് 7 ഈക്വൽസ് കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, ഓരോ ക്യാരക്ടേഴ്സായിട്ട് കൊടുക്കുന്നു. ക്യാരക്ടർ ആയതുകൊണ്ട് നമുക്ക് സിംഗിൾ കോട്ട്സിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ എലമെൻറ്റ് എസ് എന്ന് പറയുന്ന എലമെൻറ്റ് കോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, കോമ. ദെൻ അടുത്ത എലമെൻറ്റ് എ കോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ എലമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോളൻ ഇടുന്നു. ഇതുപോലെ നമുക്ക് ഏത് ടൈപ്പാണോ നമ്മുടെ അറേ വരുന്നത് അതിനനുസരിച്ച് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യാം. നമ്മുടെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ കേളി ബ്രേസിനകത്ത് ആ ഒരു അറേൻ്റെ സൈസ് എത്രയാണോ അത്രയും എലമെൻറ്റ്സ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഇത്രയാണ് പഠിക്കുന്നത്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.